ശരി, ശ്രീ സിബി സത്യൻ, ഇത് ക്രൈസ്തവ സഭകൾ ആശങ്കപ്പെടേണ്ട ഒന്നാണോ? ഇതെപ്പോഴും ഇങ്ങനെയാണ്. FCRAയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭേദഗതികൾ വരുമ്പോൾ ക്രൈസ്തവ സഭകൾ ഉടനെ ആശങ്ക രേഖപ്പെടുത്തും. കേരളത്തിലാകട്ടെ BJP നേതൃത്വം സഭകളോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കുരുക്ക് വരും. ഇപ്പോഴും അതുണ്ടായിരിക്കുകയാണ്. സഭകൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ് ഈ ചട്ടങ്ങൾ പിൻവലിക്കണമെന്ന്. മനഃപൂർവ്വം കേന്ദ്ര സർക്കാർ ഈ ക്രൈസ്തവ സഭകളെ കുടുക്കുന്നതിന് വേണ്ടി, അവരുടെ സ്ഥാപനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ള ആരോപണം അത് താങ്കൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? മഞ്ജുഷ, അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഇപ്പൊ തർക്ക വിഷയമായിട്ടുള്ള ഈ വാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ടുപേരും പറയുന്ന കാര്യങ്ങളിൽ ഒരു അല്പം മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, ശ്രീജിത്ത് അതിനകത്തെ അർത്ഥം ആണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ശ്രീ സാജു ജേക്കബ് സാർ കാണുന്നത് അതിന്റെ നിയമപരമായ ഡെഫിനിഷനാണ്. അപ്പൊ അത് അദ്ദേഹം പറയുന്നതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഒരു ഒരു നിയമത്തിന്റെ മുന്നിൽ വരുമ്പോൾ ഒരു വാക്കിന്റെ അർത്ഥമല്ല ഇമ്പോർട്ടന്റ്, മറിച്ച് ഈ പറഞ്ഞ മതപരിവർത്തനത്തിന് കാരണമായിട്ടുള്ള, അതായത് ഉദാഹരണമായിട്ട് സാറ് പറഞ്ഞ പോലെ ഒരാള് സുവിശേഷം നടത്തുന്നു, ഈ സുവിശേഷം പരിവർത്തനത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പൂജ അല്ലെങ്കിൽ ഒരു കുർബാന അല്ലെങ്കിൽ സംഗതി നടത്തുന്നു, അല്ലല്ല ഇത് നടത്തുന്നു. ഞാൻ ചോദിക്കുന്നത് ഇത് മതപരിവർത്തനത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ ഒരു പ്രീടെക്സ്റ്റ് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. എന്ത് പറഞ്ഞാലും അങ്ങനെയല്ല പ്രചാരണം നടത്തുന്നതും എല്ലാം അലൗഡാണ്. ഈ 105 എണ്ണത്തിൽ ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് സംഭവം കൊണ്ടത് ഡിഫൈൻ ചെയ്ത് ഇതിന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും ഈ ഓരോ കാര്യത്തിലും ഈ 5 വിഭാഗങ്ങളിലായിട്ടാണല്ലോ ഇങ്ങനെ വിദേശ ഫണ്ട് സ്വീകരിക്കാൻ പറ്റുന്നത്. അതിൽ തന്നെ അതിനെ സബ് ഡിവൈഡ് ചെയ്ത് 105 വരെ വന്നിട്ടുണ്ട്. അതിലാണ് നേരത്തെ ശ്രീജിത്ത് വായിച്ചതിൽ ഉള്ളത്. മതപരമായ തത്വശാസ്ത്രം, ആശയങ്ങൾ, മതചരിത്രം എന്നിവയുടെ പഠനവും സംരക്ഷണവും എന്നൊരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. മതപരമായ തത്വശാസ്ത്രം, ആശയം, മതചരിത്രം എന്നിവയുടെ പഠനവും സംരക്ഷണവും അതിൽ വന്നിട്ടുണ്ട്. വിശുദ്ധ ലിഖിതങ്ങളുടെ സംരക്ഷണം, അച്ചടി, പരിഭാഷ, ഡിജിറ്റലൈസേഷൻ, ഇതെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. മതവിദ്യാഭ്യാസ പരിപാടികൾ, ധാർമ്മിക ഉപദേശങ്ങൾ, പ്രഭാഷണങ്ങൾ, ധ്യാനം എന്നിവ സംഘടിപ്പിക്കൽ, ഇതെല്ലാം അലൗഡാണ്, ഇതെല്ലാം അനുവദിച്ചിട്ടുള്ളതാണ്. മഞ്ജുഷേ, നമ്മളിതിനകത്ത് ബേസിക് ആയിട്ട് കിടന്നു വരുമ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇന്ത്യയിൽ ഏതാണ്ട് 16,000 NGO-കളാണ് ഈ പറഞ്ഞ FCRAയുടെ അടിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത്. FCRA അനുസരിച്ച് വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കാൻ കഴിവുള്ള, അതിന് എലിജിബിൾ ആയിട്ടുള്ള 16,000 NGO-സ് ഉണ്ട്.